ഇവിടെ സുരേഷ് ഗോപി ജയിക്കുമെന്ന് മനസ്സിലായ സാഹചര്യത്തിൽ അദ്ദേഹത്തെ വ്യക്തിഹത്യ നടത്താൻ വേണ്ടിയുള്ള ശ്രമം, അദ്ദേഹത്തെ പെണ്ണ് കേസിൽ കുടുക്കി പരസ്യമായി മാധ്യമ പ്രവർത്തകർക്ക് മുമ്പിൽ പരസ്യമായി സഹോദരിയെ പോലെ കരുതുന്ന ഒരു സ്ത്രീയുടെ തോളത്ത് കൈവച്ചതിന് കമ്മ്യൂണിസ്റ്റ് സർക്കാർ പിണറായി വിജയൻ സ്ത്രീ പീഡന കേസിൽ കുടുക്കി. സുരേഷ് ഗോപിയെ ഇവിടെ പദയാത്ര നടത്തിയതിന് 3 കേസ് കുടുക്കി. മകളുടെ കല്യാണത്തിന് അധ്വാനിച്ചുണ്ടാക്കിയ പണം, കരുവന്നൂരിൽ ഇവര് കട്ടുകൊണ്ടുപോയ പണമല്ല, അധ്വാനിച്ചുണ്ടാക്കിയ പണം ഉപയോഗിച്ച് അവിടെ ഒരു നേർച്ച നടത്തിയതിന് ഇവര് അദ്ദേഹത്തെ അപമാനിക്കാൻ വേണ്ടി ഉപയോഗിച്ചു. ഇപ്പോ ഏറ്റവും അവസാനം കലാമണ്ഡലം ഗോപിക്ക് പത്മഭൂഷൺ ഓഫർ ചെയ്തു എന്ന് കള്ളക്കഥയുണ്ടാക്കി. ഇന്ന് കലാമണ്ഡലം ഗോപി പറഞ്ഞിരിക്കുന്നു, എനിക്കൊരു പത്മഭൂഷൺ കിട്ടുമോ എന്ന് ഞാൻ സുരേഷ് ഗോപിയോടാണ് ചോദിച്ചത്. അപ്പൊ സുരേഷ് ഗോപി പറഞ്ഞു നടക്കില്ല. ഇത് കലാമണ്ഡലം ഗോപിയെ പറഞ്ഞത്. ഇന്നലെ വരെ എന്തൊക്കെ കള്ളപ്രചരണങ്ങള് ഈ കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യൽ മീഡിയ വഴി നടത്തി. ഉളുപ്പുണ്ടെങ്കിൽ മാപ്പ് പറയും, ഉളുപ്പുണ്ടെങ്കിൽ മാപ്പ് പറയും. സുരേഷ് ഗോപിയോട് മാപ്പ് പറയും. നാണമുണ്ടെങ്കിൽ മാപ്പ് പറയും, നാണമുണ്ടെങ്കിൽ മാപ്പ് പറയും. എന്തൊക്കെ കള്ളക്കഥകള് ഇവർ പ്രചരിപ്പിച്ചു. എന്ത് കള്ളം പ്രചരിപ്പിച്ചാലും സുരേഷ് ഗോപി തെരഞ്ഞെടുപ്പിൽ ജയിച്ചിരിക്കും.